ഹരേ രാമ ഹരേ കൃഷ്ണ. കടം മാറാൻ കല്ലുപ്പ് വിദ്യ. കടം എന്നത് നമ്മളുടെ മനസ്സമാധാനം തകർക്കുന്ന ഒന്നാണ്. എന്നാൽ ഇത്തരം സാമ്പത്തിക ബാധ്യതകൾ ജ്യോതിഷപരമായി ഒഴിവാക്കുവാൻ ചെയ്യാവുന്ന ചില പരിഹാര മാർഗങ്ങളുണ്ട്. അത്തരത്തിൽ ഒന്നാണ് കല്ലുപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ഈ വിദ്യ. കടം എന്നത് നമ്മുടെയെല്ലാം മനസ്സമാധാനം നശിപ്പിക്കുന്ന ഒന്നാണ്. കടം വർദ്ധിക്കുന്നത് മൂദേവി വാഴുന്നിടത്താണെന്ന് പറയുകയും ചെയ്യും. കടസംബന്ധമായ കാര്യങ്ങൾക്ക് പരിഹാരമായ ചില കർമ്മങ്ങളുണ്ട്. വിശ്വാസികൾക്ക് ചെയ്യാവുന്ന ഒന്നാണിത്. കടം മാറുവാനും സർവ്വൈശ്വര്യത്തിനും ഇതേറെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. അത്തരത്തിൽ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കല്ലുപ്പ്. നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെല്ലാം അകറ്റുവാനും ഇതിന് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള കടങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തീർത്ത് നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാൻ ഈ പ്രത്യേക രീതിയിൽ കല്ലുപ്പ് ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ധനനേട്ടവും വന്നെത്തുന്നതാണ്. ഇതിനായി വേണ്ടത് കല്ലുപ്പാണ്. ഉപ്പ് കടലിൽ നിന്നും ലഭിക്കുന്ന ഒന്നാണ്. കടലിലെ വസ്തുക്കളിൽ മഹാലക്ഷ്മിയുടെ അംശം ഉണ്ടെന്നാണ് ഹിന്ദു വിശ്വാസം. കാരണം കടലിൽ വാഴുന്ന അനന്തനിലാണ് വിഷ്ണുവിനൊപ്പം ലക്ഷ്മിയുടെയും വാസം എന്നാണ് വിശ്വാസം. അതുതന്നെയാണ് കല്ലുപ്പ് കൊണ്ട് കടം മാറുവാനുള്ള ഈ കർമ്മം ചെയ്യുന്നത്. കല്ലുപ്പിനൊപ്പം വയമ്പും ഒരു കഷ്ണം മഞ്ഞളും കൂടി വേണം. ഈ കല്ലുപ്പ് വിദ്യ ചെയ്യുന്നതിലൂടെ ധനനേട്ടവും സർവ്വൈശ്വര്യവും കിട്ടുവാൻ ചൊവ്വ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടത് ഒരു ചെറിയ ഗ്ലാസ് കുപ്പിയാണ്. നല്ല അടച്ചുറപ്പുള്ള കുപ്പിയാകണം. അല്പം വലിയ വായ്വട്ടമുള്ള കുപ്പിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി വേണ്ടത് കല്ലുപ്പാണ്. പാചകത്തിന് ഉപയോഗിക്കുന്നതിൽ നിന്നും കല്ലുപ്പ് എടുക്കരുത്. പുതിയതായി വാങ്ങിയ കല്ലുപ്പാണ് ഉപയോഗിക്കേണ്ടത്. ഇതില്ലെങ്കിൽ പൂജാമുറിയിൽ ഇത്തരം കാര്യങ്ങൾക്കായി നിങ്ങൾ കല്ലുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കുറച്ചെടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് മഞ്ഞളാണ്. പൂജാ സംബന്ധമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒന്നാണ് മഞ്ഞൾ. ഇനി ചെയ്യേണ്ട വിധം: കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി പൂജാമുറിയിൽ നിൽക്കുക. ശേഷം ഒരു പിടി കല്ലുപ്പ് എടുക്കുക. ഈ കല്ലുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുരുകി പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മുടെ കഷ്ടതകളും കടങ്ങളുമെല്ലാം മാറുവാൻ ഈശ്വരനോട് നന്നായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ കല്ലുപ്പ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ഗ്ലാസ് കുപ്പിയിലേക്ക് അല്പമല്പമായി ഇടുക. ശേഷം ഒരു മഞ്ഞൾ കഷ്ണം കയ്യിലെടുത്ത് വീണ്ടും ഭഗവാനോട് നമ്മുടെ കഷ്ടതകളും നമ്മുടെ കടങ്ങളും നമ്മുടെ ശത്രുക്കളെല്ലാം ഒഴിഞ്ഞു മാറുവാൻ പ്രാർത്ഥിക്കുക. ശേഷം കയ്യിലിരിക്കുന്ന ആ മഞ്ഞൾ കഷ്ണം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുപ്പിയുടെ നടുഭാഗത്തായി അതല്ലെങ്കിൽ മധ്യഭാഗത്തായി കുത്തി നിൽക്കുന്ന രീതിയിൽ വയ്ക്കുക. മഞ്ഞളും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നൽകുന്ന ഒന്നാണ്. കാരണം എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവിധ കർമ്മങ്ങളിലും മഞ്ഞൾ നാം ഉപയോഗിക്കാറുണ്ട്. ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം വയമ്പാണ്. ഈ വയമ്പും കയ്യിലെടുത്തതിന് ശേഷം ഇതേ രീതിയിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ കടബാധ്യതകളും നമ്മുടെ കഷ്ടതകളും നമ്മുടെ ശത്രുക്കളുമെല്ലാം ഒഴിഞ്ഞു പോകുവാൻ ഭഗവാനോട് മനസ്സിരുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വയമ്പും ഇതേ രീതിയിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ കുപ്പിയുടെ മധ്യഭാഗത്തായി മഞ്ഞളിനോട് ചേർന്ന് കുത്തി നിർത്തുക. വയമ്പും ഉപ്പും ചേരുന്നത് ധനാകർഷണത്തിന് സഹായിക്കും. ഇത് ഇങ്ങനെ വെച്ച ശേഷം കുപ്പിയിൽ ബാക്കിയുള്ള സ്ഥലത്ത് ഉപ്പ് നിറച്ച് അടച്ചു വയ്ക്കാം. ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനാമുറിയിലോ അതുമല്ലെങ്കിൽ പൂജാമുറിയിലോ ആരും കാണാത്ത ഒരു ഇടത്ത് ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുക. അടുക്കളയിലോ മറ്റോ സൂക്ഷിച്ചാൽ ആരും കാണാത്ത വൃത്തിയുള്ള ഇടത്ത് വേണം ഇത് വയ്ക്കുവാൻ. അതുപോലെ തന്നെ കടം മാറുവാൻ നമുക്ക് എള്ളും ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. കടം മാറ്റാൻ വേണ്ടത് ഒരു പിടി എള്ള് എടുക്കുക. ഇത് ഒരു വെളുത്ത തുണിയിൽ കീഴി കെട്ടിവെക്കുക. ഇത് നാം കിടക്കുന്ന തലയണയുടെ അടിയിലോ തലയണയ്ക്ക് പുറകിലോ വയ്ക്കണം.
ദിവസവും ഈ കിഴി തുറന്ന് ഇതിൽ നിന്നും അല്പം എള്ളെടുത്ത് ചോറിൽ കലർത്തി ഇത് കാക്കയ്ക്ക് നൽകുക. ഇതിനായുള്ള ചോറ് അരി വെന്തു കഴിഞ്ഞാൽ ആദ്യം അതിൽ നിന്നും മാറ്റിവെക്കണം. നാം ഉപയോഗിച്ചതിന് ശേഷം വരുന്ന ചോറ് എടുത്തു കൊടുക്കരുത്. ഇത് കടം മാറുവാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ്. തന്മൂലം ശനിപ്രീതിയും പൃഥുപ്രീതിയും ലഭിക്കുവാൻ വളരെയധികം നല്ലതാണ്. ഈ കാര്യങ്ങളൊക്കെ വീട്ടമ്മമാർ ചെയ്യുന്നതാണ് വളരെയധികം നല്ലത്. ഇത് ദാരിദ്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായിക്കും. ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മാറുവാൻ ഇത് ഏറെ നല്ല ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കുവാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അതുപോലെ തന്നെ ഒന്നാണ് നാരങ്ങ കൊണ്ടുള്ള ആഗ്രഹ സാഫല്യം. ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് നാരങ്ങ. ആഗ്രഹ സാഫല്യത്തിന് ജ്യോതിഷപ്രകാരം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയാം. നാം ചെറുനാരങ്ങ സാധാരണമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. ആരോഗ്യപരമായ ഗുണങ്ങൾക്കൊപ്പം പല സൗന്ദര്യ ഗുണങ്ങളും നൽകുന്നതാണ് നാരങ്ങ. അതുപോലെ തന്നെ ജ്യോതിഷത്തിൽ പല കർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ് നാരങ്ങ. നാരങ്ങ കൊണ്ട് ആഗ്രഹ പൂർത്തീകരണത്തിനായി സർവ്വ ഐശ്വര്യത്തിനുമായി ചെയ്യാവുന്ന കാര്യമുണ്ട്. ജ്യോതിഷപ്രകാരം നാരങ്ങ ഇതിനായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നാരങ്ങ ദീപമാണ് ഇതിലൊന്നിൽ. ക്ഷേത്രങ്ങളിൽ നാരങ്ങ ദീപം കത്തിക്കുന്നത് വളരെയധികം സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ്. നാരങ്ങ എന്നത് ദേവകനി എന്നു പേരുള്ള ഒന്നാണ്. നെഗറ്റീവ് ഊർജം പുറന്തള്ളുന്ന പോസിറ്റീവ് ഊർജം നൽകുന്ന ഒന്നാണ് നാരങ്ങ. ലക്ഷ്മി ദേവിയുടെ പ്രതീകമായാണ് നാരങ്ങയെ കാണുന്നത്. ഇതിനാലാണ് വീടുകളിലും മറ്റും മുൻവാതിലുകളിൽ നാരങ്ങ തൂക്കുന്നത്. പൂജകൾക്കും ഇത് പ്രധാനമായും ഉപയോഗിക്കുന്ന ഒന്നാണ് നാരങ്ങ. വഴിപാടായും നമുക്ക് നാരങ്ങ സമർപ്പിക്കാവുന്നതാണ്. ക്ഷേത്രങ്ങളിൽ, അതായത് ദേവീ ക്ഷേത്രങ്ങളിൽ പ്രധാനമായും ഈ വഴിപാട് കഴിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളും ധനനേട്ടങ്ങളും സമ്മാനിക്കുന്നതാണ്. ചൊവ്വ, വെള്ളി എന്നിവ ദേവീക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഈ ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുകയും ഇത് ഏറെ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ നൽകുകയും ചെയ്യും. തന്മൂലം സാമ്പത്തിക അഭിവൃദ്ധിയും വളരെയധികം കാര്യവിജയവും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. നമ്മുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹവും തന്മൂലം നടക്കും. ഇത് വീട്ടിലും ചെയ്യാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത ആളുകൾക്ക് ഇവ വീട്ടിലിരുന്നും ചെയ്യാം. ഇനി ചെയ്യേണ്ട രീതിയാണ്: നാരങ്ങ എടുത്ത് രണ്ടായി മുറിക്കുക. ശേഷം ഉൾഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇത് വയ്ക്കുക. അതായത് പുറം തൊലി ഉള്ളിലേക്ക് വരുന്ന വിധത്തിൽ വെക്കണം. ശേഷം ഇതിൽ എള്ളെണ്ണയും തിരിയും ഇട്ട് കത്തിക്കാം. അതല്ലെങ്കിൽ നെയ്യോ വിളക്കെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒറ്റ നാളം വരുന്ന രീതിയിൽ കത്തിക്കുക. 1, 3, 5, 7 എന്നിങ്ങനെ വേണം കത്തിക്കേണ്ടത്. അതായത് എത്ര എണ്ണം നാരങ്ങയിൽ ഇത് കത്തിക്കാം. കടങ്ങൾ എല്ലാം നീക്കുവാൻ, തൊഴിൽ തടസ്സങ്ങളെല്ലാം മാറാൻ ഇതെല്ലാം ഏറെ നല്ല കാര്യങ്ങളാണ്. അതുപോലെ വിവാഹ തടസ്സം മാറുവാനായി ദേവീക്ഷേത്രത്തിൽ ഈ രീതിയിൽ നാരങ്ങ വിളക്ക് കത്തിക്കാവുന്നതാണ്. ഇത് 7 ആഴ്ചകൾ മുടങ്ങാതെ കത്തിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകുകയും ചെയ്യും. രാഹുദോഷം ഉണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ കേതു ദോഷമെങ്കിൽ ഈ വഴിപാട് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുന്നതാണ്. അതുപോലെ ദുഃഖ ദുരിതങ്ങൾ അകലുവാനും സാമ്പത്തികമായ ഉന്നമനം ലഭിക്കുവാനും നിങ്ങളുടെ കടങ്ങളെല്ലാം അകന്നു മാറുവാനും എല്ലാവിധ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാനുമെല്ലാം ഈ രീതിയിൽ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സർവ്വ ഐശ്വര്യങ്ങളും ധന നേട്ടങ്ങളും ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷ